नाम क्या है? मोहम्मद नासिर। मोहम्मद नसीर, बांग्लादेश रहना। आज कितना साल हो गया इधर? 8 साल। 8 साल हो गया। साल साल में जाते हैं मुल्क? जाता है। जाते हैं। अच्छा है इधर? अच्छा है। सैलरी भी अच्छा होता है? सैलरी भी अच्छा। ओके। कुबाकीना हातारागलू, कुबाकीना हातारागलू, ബാലമാക്കെ ചാനൽ, മാൽഡീവ്സ്, ഫാത്തമ വീഡിയോ. ഇത് ഏത് ഭാഷയാണെന്ന് ഇരിക്കും. ഇത് മാൽഡീവ്സിലെ ദിവേഹി ലാംഗ്വേജിൽ ഞാനൊരു എൻട്രോ പറഞ്ഞതേ ഉള്ളൂ. നമസ്കാരം, ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് മാലദ്വീപിൽ നിന്ന് നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. ഇപ്പോൾ ഞാൻ സംസാരിച്ചത് ഇവിടുത്തെ ഭാഷയായ ദിവേയാണ്. ബൈ ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓണേറ്റ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് മാൽഡീവ്സിൽ. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ അബുദാബിയിലേക്ക് പറക്കുകയാണ്. അതുകൊണ്ട് ഇന്നൊരു ദിവസം മാക്സിമം കാണാൻ പറ്റുന്നതൊക്കെ കാണുക, അതൊക്കെ ഒന്ന് വീഡിയോ ആക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഞാനുള്ളത്. ഇത് സൾട്ടൻ പാർക്കാണ്. ഞാനിവിടെ മുന്നേ രാത്രി ഒരു ദിവസം വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു പള്ളിയുടെ മഗ്‌രിബ് നിസ്കാരവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഉച്ചനേരത്ത് ഒരു 3-3:30 മണിയായി സമയം. നമ്മുടെ ഓരോ രാജ്യത്തും നമ്മളുടെ ഓരോ കാൽപ്പാടുകളും നടന്നു പോകുമ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും മൺതരികളിലൂടെയുള്ള നമ്മുടെ ഈ നടത്തം നമുക്ക് കിട്ടുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. നല്ലതുമാവാം ചീത്തയുമാവാം. അവരുടെ സംസ്കാരങ്ങളെക്കുറിച്ചിട്ടും അവിടുത്തെ ആ നാടിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചിട്ടും ഒക്കെ നമുക്ക് അതിലൂടെ നമുക്ക് ഓരോ യാത്രയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ അറിയാനും കഴിയുന്നുണ്ട്. ഇത് സൾട്ടൻ പാർക്ക്. ഞാൻ ഇത് സുൽത്താൻ പാർക്ക് എന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കമൻറ്റ് വന്നു സൾട്ടൻ പാർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും സൾട്ടൻ എന്ന് പറയുന്നുണ്ടെന്നുള്ള സുൽത്താൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരുപാട് വിദേശികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ, പാകിസ്ഥാൻ ഉണ്ടോയെന്നറിയില്ല, നേപ്പാളീസ് ഉണ്ട്, അതുപോലെ തന്നെ ബംഗ്ലാദേശുകാരും ഇഷ്ടംപോലെ ജോലി, അതുപോലെ ശ്രീലങ്കക്കാരൊക്കെ ഇഷ്ടംപോലെ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൊണ്ട് തന്നെ അവരൊക്കെ ഇന്ന് ഉല്ലസിക്കുന്ന സ്ഥലമാണ്. അവിടെ സൗഹൃദങ്ങൾ പൂവണിയുന്ന, അല്ലെങ്കിൽ സൗഹൃദങ്ങൾക്ക് നിറം ചാർത്തുന്ന ഒരു ഇടം തന്നെയാണ് ഈ മാൽഡീവ്സുള്ള ഈ പാർക്ക്. ഈ പാർക്കിനോട് ചേർന്ന് തന്നെയാണ് ഒരുപാട് സംഭവങ്ങളുള്ളത്. ഒന്ന് മ്യൂസിയം, പിന്നെ ഒരു മസ്ജിദ്, മറ്റൊന്ന് അവിടെയുള്ളൊരു കുറച്ച് ഖബർസ്ഥാനും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെ. ഭാഗ്യമില്ല, ഇന്ന് ഫ്രൈഡേ സാറ്റർഡേ ക്ലോസ് ആണ്. നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്ത് പോകാൻ പറ്റില്ല. ഒരു സോനിയർ കടയിൽ പോയപ്പോൾ ഒരുപാട് കറൻസികൾ അവരുടെ ടേബിളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചിട്ടും മാൽഡീവ്സിൻ്റെ പഴയകാല കറൻസികളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. മാൽഡീവ്സ് സ്വാതന്ത്ര്യം കിട്ടിയത് ഓൾഡ് കറൻസിയാണ്. ആദ്യത്തെ ഗവർണർ ഒപ്പുവെച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കറൻസികൾ. ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത കറൻസി എന്ന് പറഞ്ഞത് ഇത്. സെക്കൻഡ് ഇഷ്യൂസ് ആയിട്ടുള്ള കറൻസി ഫസ്റ്റ് പ്രസിഡന്റ് കറൻസിയാ? Signature. ഓക്കെ. ഫസ്റ്റ് പ്രസിഡന്റ് സിഗ്നേച്ചർ കറൻസിയാണ് ഇത്. The second president. Who is that time? Who is The first republic. The first president is the Muhammad Amin Didi. this currency is signing This here? one is second republic. Second republic. The first president. Okay. Now second republic. First republic 6 months after come to be changing kingdom. It's all new 155592. Sorry? England Wilkinson Company printed of this. This from England. Germany. This is from Germany. Printed from Germany. Germany, yes. Okay. Now where is the printing? Now new The currency. same in German. German. Which? UK. UK. Wilkinson though. Delaro Company. Hello, which country? What? UK English. Okay. ഒരുപാട് സൊവനിയറിൻ്റെ കടകളിലാണ് ഉള്ളത്. ഒരുപാട് ഐറ്റംസുകൾ ഇങ്ങനെയുണ്ട്. ഞാൻ കുറേ നടന്നിട്ടാണ് ഈ കട കണ്ടെത്തിയത് തന്നെ. ഒരു സൊവനിയർ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് പല ഭാഗത്തും നടന്നു. ഒരുപാട് നടക്കേണ്ടി വന്നു. അവസാനം ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ ഈ ഏരിയ മുഴുവനും ഇതിൻ്റെ കട തന്നെയാണുള്ളത്. പഴയ ആൻറ്റിക് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്.
എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയം അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ കുറേ വീഡിയോസൊക്കെ കുറേ എടുത്തു എന്നുള്ളതും ചിലപ്പം ഈ കാണുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോകളിലേക്ക് പോകാം. തേങ്ങേൻ്റെ നാട്ടിലാണ് നമ്മൾ. ആ തേങ്ങേൻ്റെ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നില്ല അതല്ലേ, എന്ത് വൃത്തിയാണ്. ഇവിടെയും തെങ്ങിൻ്റെ നാടാണ്. सामान है कैसे साइड नंबर था तुम्हारा भाई बहन सकते हैं മറ്റൊന്നിതാ ഷർട്ട ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഡിസൈൻ ചെയ്ത് വെച്ച്. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് മാൽദീവ്സിലെ ഭാഷകളൊക്കെ പറഞ്ഞു തന്നത് ഇയാളാണ്. എന്താ आपका नाम क्या है? मोहम्मद नासिर मोहम्मद नसीर, बांग्लादेश है। कितना साल हो गया इधर? 8 साल हो गया। साल में जाते हैं वो लोग? जाता है अच्छा है इधर? अच्छा है സാലറി भी अच्छा होता है? सैलरी अच्छा ഓക്കെ. കുറച്ച് ഇവിടുത്തെ മാൽദീവ്സിൻ്റെ ഭാഷയൊക്കെ പറഞ്ഞു തന്നത് ഇയാളായിരുന്നു. അതാണ് തുടക്കത്തിൽ ഞാൻ സംസാരിച്ചത്. അങ്ങനെ കുറച്ച് സൂവനീറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയത്. സമയം ഏകദേശം ഒരു 10 മണി കഴിഞ്ഞു. നാളെ രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ പോയി കിടന്നിട്ട് രാവിലെ എയർപോർട്ടിലേക്ക് വിടണം. രാവിലെ ടാക്സി കാര്യം കിട്ടുമോ ഒന്നും ഒരു നിശ്ചയമില്ല. ഇതാണ് റൂം. നമ്മൾ കാർഡ് വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യലാണ് മെയിൻ ഡോറ്. ഓപ്പൺ ചെയ്തിട്ട് നേരെ കാണാൻ റിസപ്ഷൻ. അവിടുന്ന് ലെഫ്റ്റിലോട്ടേക്ക് തിരുമ്പോൾ നേരെ റൂമിലേക്കുള്ള നമ്മുടെ വഴികൾ. കുഴപ്പമില്ല, 2 ദിവസം താമസം. നമുക്കത് രാത്രി വന്ന് അത്യാവശ്യം ഒന്ന് റെസ്റ്റ് എടുക്കണം, അത്രയേ ഉള്ളൂ. കൂടുതൽ സമയം നമ്മൾ വെളിയിലാണ് കൂടുതൽ ചിലവഴിക്കുന്നത്. അപ്പം വലിയ മോശമൊന്നുമില്ല. റൂം കൊടുക്കുന്ന പൈസയ്ക്ക് എന്തായാലും ഉള്ള റൂമുണ്ട്. ചെറിയ എമൗണ്ടിൽ കൊടുക്കുന്നുള്ളൂ. 4 മണിക്ക് നടക്കുകയാണ്. എയർപോർട്ടിലേക്ക് നടക്കുകയാണ്. ടാക്സി ഒന്നും കിട്ടുമോ നോക്കിയാണ്. ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലേക്ക്. ചെറിയ ദൂരമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ബ്രിഡ്ജിൻ്റെ മേലിലൂടെ അപ്പുറത്തെ ദ്വീപിലേക്ക് പോവാണ്, എയർപോർട്ടിലുള്ള ദ്വീപിലേക്ക്. ആ ദ്വീപിലുള്ള മാലി, ക്യാപിറ്റലായ മാലിയിലുള്ള ഒരുപാട് കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു കെട്ടിടമോ കാര്യങ്ങളൊന്നും അല്ല. ഏറ്റവും പറഞ്ഞ കെട്ടിടം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അത്ര മാത്രമേ തോന്നുള്ളൂ. വീട്ടിൽ നിന്നൊക്കെ കാണുമ്പോഴേ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പ്രതീതി മാത്രം. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് എയർപോർട്ടാണെന്ന് ചെയ്യുന്നില്ല. പിന്നെ ഓരോ രാജ്യത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യങ്ങൾ എന്ന് പറയാം. അതിൽ ഓരോരോ യാത്ര, ഓരോ അനുഭവങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുമല്ലോ. അങ്ങനെ ഇവിടെ എത്തി. ഇതാണ് എയർപോർട്ടിൽ ഞാൻ ഇറങ്ങി. അവിടെ നിന്ന് ഇങ്ങോട്ട് 80 റുപ്പിയ കൊടുത്തു കേട്ടോ. 100 റുപ്പിയ ആയിരിക്കും എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. 80 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിലെത്തി. കുറച്ച് നേരത്തെ ആയിട്ട് എത്തിയത്. ഒരുപാട് മലയാളികൾ ഇവിടെയും ജോലി ചെയ്യുന്നു. സമയം 4:15. 8 മണിക്കാണ് ഫ്ലൈറ്റ്. ഞാൻ 3 മണിക്ക് തന്നെ ഉറക്കം കിട്ടി. അത്ര നേരത്തെ വരണ്ടായിരുന്നു. പക്ഷേ ടാക്സിയും കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. അങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ട് നേരെ എയർപോർട്ടിനകത്തേക്ക് കയറി. വലിയ തിരക്കും ആൾക്കാരൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു മലയാളീനെ കണ്ടു. അതിൻ്റെ ഇടയിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന 2 ആൾക്കാരാണ്, ഒരു ദമ്പതികളാണ് 2 പേരും. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റ് അങ്ങനെ മാഷ ഒന്ന് ഗിയറിട്ട് വണ്ടി മൂവ് ചെയ്യും. മാഷേ എന്താണിത്?
അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് കടലിന് മുകളിലൂടെ താഴെ കാണുന്ന ഒരുപാട് ദ്വീപുകൾ കണ്ടില്ലേ, ചെറിയ ചെറിയ, അങ്ങനെ 230 240 ദ്വീപുകളോളം ഉണ്ടെന്നാണ് പറയുന്നത് ജനവാസമുള്ളത്. മൊത്തത്തിൽ 2000-ലേറെ ദ്വീപുകളുണ്ട്. ജനങ്ങൾ താമസിക്കുന്നത് വെറും 240 ദ്വീപുകൾ മാത്രമേ ഉള്ളൂ ജനവാസമുള്ളത്. അങ്ങനെ അബുദാബിയിലേക്ക് പറന്നുയരുകയാണ്. ഏഷ്യയിൽ വെച്ച് ഏറ്റവും ചെറിയ രാജ്യമാണ് ഈ മാൽഡീവ്സ്. അതും അറബിക്കടലിൽ ഒരു മാല പോലെ കിടക്കുന്ന കുറേ കൊച്ചു കൊച്ചു ദ്വീപുകളാണ്. 230-ലേറെ ദ്വീപുകളുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ അതിൽ താമസമുള്ള ജനവാസമുള്ളത് 230-ലേറെ ഉണ്ടെന്നാണ് പറയുന്നത്. കാണുന്നില്ല, ചെറിയ ചെറിയ ഒരു വട്ടക്കണ്ണി പോലുള്ള സംഭവം, അതൊക്കെ ഓരോ ദ്വീപുകളാണ്. 1965 ജൂലൈ 26-നാണ് ബ്രിട്ടീഷ് കോളനിയിൽ നിന്ന് മാൽഡീവ്സ് സ്വാതന്ത്ര്യം നേടിയത്. പ്രകൃതി ഭംഗി കൊണ്ട് വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ദ്വീപാണ് മാൽഡീവ്സ് ദ്വീപ്. പ്രധാന വരുമാന മാർഗവും ടൂറിസവും മത്സ്യബന്ധനവും തന്നെയാണ്. മറ്റു പ്രത്യേകത എന്ന് വെച്ചാൽ കുന്നുകളോ നദികളോ ഒന്നുമില്ലാത്ത ഒരു രാജ്യമാണ് മാൽഡീവ്സ്. ആഗോള താപനിലത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് 2009 ലോകത്ത് ആദ്യമായി സമുദ്രത്തിനടിയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യമാണ്. അങ്ങനെ ഒരു റെക്കോർഡുകളും കൂടി മാൽഡീവ്സിന് ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, മാൽഡീവ്സിലെ ആദ്യത്തെ ജനത ആരാണെന്നറിയോ? തെക്കേ ഇന്ത്യക്കാരായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ ജനതയായിട്ടുള്ളത്. പിന്നീടാണ് മലയൻ ദ്വീപ് സമൂഹത്തിൽ നിന്നും ശ്രീലങ്കക്കാരും അതുപോലെ തന്നെ കിഴക്കൻ ആഫ്രിക്കക്കാരും അറബികളുമെല്ലാം ഇവിടെ എത്തിപ്പെട്ടത്. ഇസ്ലാം മതമാണ് ഇവിടുത്തെ ഔദ്യോഗിക മതം. മാലദ്വീപിലെ പൗരത്വം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം മത വിശ്വാസിയായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. മാൽഡീവ്സിൽ നിന്ന് ലക്ഷദ്വീപിലുള്ള മിനിക്കോയിലേക്ക് ഒരു സ്പീഡ് ബോട്ടിൽ പോവുകയാണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറയുന്നു. അത്രയും ലക്ഷദ്വീപ് മാൽഡീവ്സോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷെ അങ്ങനെ പോകാൻ അനുവാദമില്ല. അങ്ങനെ അത്ര സ്പീഡ് ബോട്ട് പോവുകയാണെങ്കിൽ അത്ര ടൈം കാണിക്കുന്നുണ്ടോ എന്ന് അവിടെയുള്ളൊരു ജീവനക്കാരൻ എന്നോട് പറയേണ്ട ഒരു ഷോപ്പിലുള്ള. അങ്ങനെ ഇതൊക്കെയാണ് മാൽഡീവ്സിനെ കുറിച്ച് പറയേണ്ട ചെറിയ ഒരു ലഘുവിവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ടെന്നും ഒരുപാട് ദ്വീപുകളിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സമയക്കുറവും കാരണം തൽക്കാലം ഈ ഒരു വീഡിയോ ഒരു ദ്വീപിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് തിരിച്ച് അബുദാബിയിലേക്ക് തന്നെ പോവുകയാണ്. സംസാരിച്ച് അബുദാബിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അബുദാബിയിലേക്ക് ഇറങ്ങി വിസയറാണ്. ഇവിടുന്ന് നേരെ അസർബൈജാനിലേക്കുള്ള ഒരു യാത്രയാണ് അടുത്തത്. തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. അസർബൈജാനിലെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ഇൻഷാ അല്ലാഹ്. In the afternoon, please remain seated and your seatbelt fastened until the seatbelt sign will go off. Be careful when opening the overhead compartments and check your seat pockets for any personal belongings that you may have brought with you. Keep your electronic devices in flight mode. Until we open the main doors, remember that smoking is allowed only in the designated smoking areas outside of the terminal building. Today's captain and driver, thank you for